ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സെയിൽ വീഡിയോയിൽ കുറച്ച് റെയർ ആയിട്ടുള്ള പ്ലാന്റ്സുകളുമുണ്ട്, അല്ലാത്ത കോമൺ വെറൈറ്റി പ്ലാന്റ്സുകളുമുണ്ട്. അപ്പോൾ പാർട്ട് 1 പാർട്ട് 2 എന്നാണ് കാണിക്കുന്നത്. രണ്ട് പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. വീഡിയോ ഒത്തിരി ലോങ് ആയിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം കാണിക്കുന്നത് വൈറ്റ് കളർ കുലുകുലിയായിട്ട് പൂക്കൾ വരുന്ന ദുരന്ത പ്ലാന്റാണ്. ദുരന്ത പ്ലാന്റിൻ്റെ ഡാർക്ക് വയലറ്റ് ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പ്യുവർ വൈറ്റ് ആണ്, നല്ല ഭംഗിയാണ്, റെയർ കളക്ഷനിൽ വരുന്നതാണ് കേട്ടോ. ഇത് കുലുകുലിയായിട്ടാണ് പ്യുവർ വൈറ്റ് കളറിൽ പൂ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാർ വേഗം മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് കാണിക്കുന്നത് ഡബിൾ പെറ്റൽ മൾട്ടി പെറ്റലിൻ്റെ സ്നോ റോസ് ആണ്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ്. പിന്നെ കാണിക്കുന്നത് ഈ ഒരു വൈറ്റ് പെട്രിയാണ്. വൈറ്റ് പെട്രിയുടെയും കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ. ഇതാണ് ഈ കാണുന്നതാണ് സെയിം സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ നിലവിലുള്ളൂ. നല്ല ഭംഗിയാണ്. നമ്മുടെ സോങ് ഓഫ് ഇന്ത്യയുടെ ഒരു വെറൈറ്റിയാണിത്. ഈ കാണുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. എല്ലാവരും വിചാരിക്കും എന്തെങ്കിലും അസുഖം ബാധിച്ചാണ്, അല്ല കേട്ടോ. ഇത് അതിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇല ചുരുണ്ട് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ തളിര ഇലകളും ഇതേ രീതിയിൽ തന്നെയാണ് വരുന്നത്. വളരെ കുറച്ച് സ്റ്റോക്കാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആർക്കെങ്കിലും തൈകൾ ആവശ്യമുള്ളവർ, ബൾബുകൾ ആവശ്യമുള്ളവർ അറിയിക്കണം കേട്ടോ. ഇത് പിങ്ക്, വൈറ്റ്, ഗ്രീൻ എന്നീ ഷെയ്ഡുകളിൽ വരുന്ന ഒരു നല്ലൊരു ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാം. ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ വെക്കാൻ നോക്കണം കേട്ടോ. അടുത്തായിട്ട് ഈ ഒരു ഗ്രീൻ ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്, നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ സ്റ്റെം വഴിയും സീഡ്സ് വഴിയും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും പുതിയ പ്ലാന്റ്സുകൾ. ഈ ഒരു ഡക്ക് ഫോർട്ടിൻ്റെ പുതിയ കുറച്ചൊക്കെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ലിമിറ്റഡ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ടോർട്ടോയിസ് ക്രോട്ടൺ പ്ലാന്റ് ആണ്. വളരെ ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ടോർട്ടോയിസ് ക്രോട്ടൺ. ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പിങ്ക് കുഫിയാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഈ പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ഇത് നമ്മുടെ ഒരു വെൽവെറ്റ് അലോക്കേഷ്യയാണ്. നല്ല ഭംഗിയാണ്, അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ഈ കാണുന്ന സൈസാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്കുള്ളത്. ഇതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ കലയുടെയെല്ലാം. ഇത് നമ്മുടെ ശംഖുപുഷ്പ മരത്തിൻ്റെ സൈസാണ് കേട്ടോ. ശംഖുപുഷ്പ മരം കുറേ പേര് ചോദിച്ചിരുന്നു. ഈ അംബ്രല്ല പ്ലാന്റിൻ്റെയും കുറച്ച് വെറൈറ്റീസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചൈനീസ് ഡോൾ എന്ന പേരുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. എന്നാൽ ഇൻഡോറും ഔട്ട്ഡോറും സെറ്റ് ചെയ്യാൻ പറ്റും. നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണ്. അടുത്തായിട്ട് നമ്മുടെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് തന്നെയാണ്. ഇതും നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഇൻഡോറായിട്ടും വെക്കാൻ പറ്റും. ഇത് പിങ്ക് ഫ്ലവേഴ്സാണ് വരുന്നത്. അതിൻ്റെ വെരിഗേറ്റഡ് ഉണ്ട്. വെരിഗേറ്റഡ് പക്ഷേ ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണ് കേട്ടോ. ഇത് നമ്മുടെ പാം ഫേൺ എന്നൊക്കെ പറയും ഇവിടെ. അതിൽ ശരിക്കും ട്രീ ഫേൺ എന്നോ അല്ലെങ്കിൽ പാമെന്നോ ഒക്കെ പറയാം. ഫേൺ പോലെയാണ് കാണാൻ, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ലീഫ് കൂടുന്നതനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇത് നേരത്തെ കാണിച്ച പിങ്ക് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ്. ഇത് പ്ലാന്റ് സൈസ് കാണിക്കാനാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിലവിൽ സ്റ്റോക്കുള്ളത്. ഇതിന് വെരിഗേറ്റഡിൻ്റെ കട്ടിങ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇത് വാങ്ങുമ്പോൾ അത് ഫ്രീ ആയിട്ട് തരാം കേട്ടോ. പിന്നെ ഇത് നേരത്തെ ഞാൻ കാണിച്ച യെല്ലോ അല്ല, ഒരു ക്രീമും ഗ്രീനും പിങ്കും കളർ ചേർന്ന് വരുന്ന ഒരു ലീഫി പ്ലാന്റാണ്. കുഞ്ഞു കുഞ്ഞു വൈറ്റ് ഫ്ലവേഴ്സ് ഇതിലുണ്ടാവും. പെട്രിയ ബ്ലൂവിൻ്റെയും കുറച്ച് സ്റ്റോക്കുകൾ ഇപ്പോൾ നിലവിലുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തായിട്ട് ഈ കാണുന്ന ക്രോട്ടൺ പ്ലാന്റ് ആണ്. ഇത് 2 ടൈപ്പ് ലീഫ് വന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നല്ല ഭംഗിയാണ് കാണാൻ, ബുഷിയായിട്ടൊക്കെ വളർത്താൻ നല്ല രസമാണ്. പിന്നെ ബ്ലാക്ക് ഐഡ് സൂസൻ്റെയും കുറച്ച് തൈകളെയും കൂടെ ഇനി അവൈലബിൾ ആണ്. ഇതാണ് നേരത്തെ കാണിച്ച ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ സൈസ്. ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് കൊടുക്കുന്നത്. 60 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ്. നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ്. വലിയ മെയിൻ്റെനൻസ് ഒന്നുമില്ല. ഇത് നമ്മുടെ ഡാർക്ക് പർപ്പിൾ കളർ, ഫുൾ ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന അലമാൻ്റെയാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇത്രയും വലിയ സൈസുള്ള പ്ലാന്റാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ വൈറ്റ് മെലസ്റ്റോമയാണ്. വളരെ കുഞ്ഞിൽ തന്നെ കുലുകുലിയായിട്ട് പൂ വരും. നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിനെ പോലെ അത്രയും കെയറിങ് കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ. പിന്നെ കമ്മൽ പൂച്ചെടി കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. വെരിഗേറ്റഡ് ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെയും കുറച്ച് തൈകൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്.
ഇതെല്ലാം കലേഡിയംസ് ആണ്, പുതിയ സ്റ്റോക്കിലെത്തിയിട്ടുള്ള കലേഡിയംസ് ആണ്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോന്നിൻ്റെ പേരുകൾ ചോദിച്ചാൽ അറിയത്തില്ല. ഇതിൽ കാണുന്ന ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് ഫോട്ടോ ഇട്ടേക്കുന്നത്. കുപ്രിയയുടെ ഈ കാണുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാണ് നിലവിൽ ചെയ്യുന്നുള്ളത്. നമ്മുടെ സ്പൈറൽ ഫ്ലാഗിൻ്റെ ഡാർക്ക് പിങ്ക് ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളും പ്ലാന്റിനെയും കാണാനായിട്ട്. കുറച്ച് സ്റ്റോക്കേ ഇപ്പോൾ നിലവിലുള്ളൂ. ഇത് കാശ്മീരി റോസിൻ്റെ ഡാർക്ക് പിങ്കാണ്, യെല്ലോ, ഇതും നാടൻ റോസാണ്. ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് തന്നെയാണ്. മോൺസ്റ്ററയുടെ കുറച്ച് തൈകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതാണ് പെട്രിയ വൈറ്റ്. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് ഫോട്ടോ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. നേരത്തെ കാണിച്ച അലമാൻ്റെ ഡാർക്ക് പർപ്പിളോ മജന്തയോ എന്നൊക്കെ പറയാം, മെറൂൺ എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു കളർ നമുക്ക് പറയാൻ പറ്റാത്തൊരു കളറാണ് കേട്ടോ. ഇതിൻ്റെ സെയിം സൈസിലുള്ള കാണിച്ച സെയിം സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഉള്ളത്. സ്പൈഡർ പ്ലാന്റ് കുറച്ച് അവൈലബിൾ ആണ്. നേരത്തെ കാണിച്ച ചൈനീസ് ഡോൾ എന്ന പേരുള്ള ഇൻഡോറായിട്ടും വെക്കാവുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഫോട്ടോ എടുക്കാൻ പാകത്തിനാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. ഇത് നമ്മുടെ കാമിനി മുല്ല, അതിൻ്റെയും പൂവുള്ള തൈകൾ അവൈലബിൾ ആണ്. ഇത് ബ്ലൂ ഐറിസിൻ്റെ ഫ്ലവർ ആകാറായ തൈകളിപ്പോൾ നിലവിലുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡ്, മെക്സിക്കൻ ഫ്ലെയിം വൈൻ, ഇതൊക്കെ ഇപ്പോൾ നിലവിൽ കുറച്ച് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.